സജ്ജനങ്ങളെ, മഹാദേവൻ്റെ അനുഗ്രഹം നേടുവാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മഹാദേവൻ്റെ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുന്നവർ 8 തരം വ്രതങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു പോന്നാൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടുമെന്നാണ് വിശ്വാസം. അതിൽ ആദ്യത്തേത് സോമവാര വ്രതമാണ്, തിങ്കളാഴ്ച അനുഷ്ഠിക്കപ്പെടുന്നത്. രണ്ടാമത്തേത് ഉമാമഹേശ്വര വ്രതം, വൃശ്ചികത്തിലെ പൗർണമി നാളിൽ അനുഷ്ഠിക്കപ്പെടുന്നത്. മൂന്നാമത്തേത് തിരുവാതിര വ്രതം, ധനുമാസത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നത്. നാലാമത്തേത് ശിവരാത്രി വ്രതം, കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി തിഥി ദിവസം അനുഷ്ഠിക്കപ്പെടുന്നത്. അഞ്ചാമത്തേത് കല്യാണവ്രതം, പൂങ്കുന്നി ഉത്രനാളിൽ അനുഷ്ഠിക്കപ്പെടുന്നത്. ആറാമത്തേത് പാശുപാതവ്രതം, മകരമാസത്തിലെ പൂയൻ നാളിൽ അനുഷ്ഠിക്കപ്പെടുന്നത്. ഏഴാമത്തേത് അഷ്ടമി വ്രതം, വൈകാശി മാസത്തിലെ അതായത് ഇടവമാസത്തിലെ പൂർവപക്ഷ അഷ്ടമി നാളിൽ അനുഷ്ഠിക്കപ്പെടുന്നത്. എട്ടാമത്തേത് കേദാര ഗൗരി വ്രതം, കന്നിമാസത്തിലെ കറുത്ത വാവിനോടനുബന്ധിച്ച് അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം. ഈ വ്രതങ്ങളെല്ലാം ശിവപ്രീതിക്ക് പറ്റിയ ഉത്തമ വ്രതങ്ങളാകുന്നു. പവിത്രമായ ഭസ്മം വിധിപ്രകാരം അതത് സ്ഥാനങ്ങളിൽ ശരീരത്തിൽ ധരിക്കുന്നത് എത്രയും ഉത്തമമായ മഹേശ്വര വ്രതമായിട്ടാണ് കരുതപ്പെടുന്നത്. ശരീരത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു പ്രതിവിധി കൂടിയാണ് ഭസ്മധാരണം. നമ്മുടെ മനസ്സിനും ബുദ്ധിക്ക് ബലവും തെളിച്ചവും വർദ്ധിപ്പിക്കുവാനും ഭസ്മധാരണം സഹായകരമാകുന്നു. ഇടത്തെ കൈവെള്ളയിൽ ഭസ്മം എടുത്ത് വലത്തെ കൈപ്പടം കൊണ്ട് അടച്ചു പിടിച്ച ശേഷം പഞ്ചാക്ഷരമോ ഭസ്മധാരണ മന്ത്രമോ ജപിച്ചുകൊണ്ട് ആവശ്യമുള്ള ജലം ഭസ്മത്തിൽ ചേർത്ത് കുഴച്ച ശേഷം മോതിരവിരലും നടുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചാണ് ഭസ്മം ധരിക്കേണ്ടത്. ത്രിപുണ്ഡമായി വേണം ഭസ്മം ധരിക്കുവാൻ. ശരീരത്തിൽ ഓരോ അംഗങ്ങളിലായി ഭസ്മം ധരിക്കുമ്പോൾ അതത് ദേവന്മാരെ സ്മരിച്ച് അതത് മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു കൊണ്ടുവേണം ഭസ്മം ധരിക്കുവാൻ. കാൽമുട്ട്, കാൽപാദം എന്നീ സ്ഥാനങ്ങളിലും കൈകളിൽ ധരിക്കുന്ന പ്രകാരം ഭസ്മം ധരിക്കേണ്ടതാണ്. ഭസ്മധാരണമെന്നത് മഹേശ്വര വ്രതമാണ്. ശരീര മനഃശുദ്ധികളോടെ വിധിപ്രകാരം മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നതിലൂടെ ശിവ സായുജ്യത്തിനുള്ള അർഹത ലഭിക്കുമെന്നാണ് ആചാര്യമതം. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്കായി ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഈ ചെറിയ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പിന്തുടരുമല്ലോ.